നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിനൊരു സ്പെഷ്യൽ ക്യാരക്ടർ എങ്ങനെ കൊടുക്കാന്നുള്ളതാണ് നോക്കുന്നത്. സോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇറ്റ്സ് ഇവിടെ ഒരു ഒറ്റ സിംഗിൾ കോട്ട് ഇട്ടു, ഇറ്റ്സ് മീ, ദെൻ എനിക്ക് ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ എൻ്റെ നെയിം എഴുതണം. ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും? അതായത് ഇവിടെ ഒരു സ്പെഷ്യൽ കോട്ട് ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ കോട്ട് ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ ഇതിനകത്ത് നമ്മളൊരു ഡബിൾ കോട്ടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ സിംഗിൾ കോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ കോട്ട് കൊടുക്കുന്നതിന് മെത്തേഡാണ് നോക്കിയത്. പക്ഷെ നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്പെഷ്യൽ ക്യാരക്ടർ വരുമ്പോൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. സോ ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോവാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ദെൻ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുവാണ്. ഇറ്റ്സ് ഇവിടെ എസിൻ്റെ അവിടെ ഒരു ഇത് കൊടുക്കണം, മീ. ദെൻ നമുക്ക് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ബിനൂന്ന് ഒരു സ്പെഷ്യൽ ക്യാരക്ടറിൽ കൊടുക്കണം. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇവിടെ എററാണ് വന്നിരിക്കുന്നത്. ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എററായിരിക്കും. പ്രോഗ്രാം ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇവിടെ സിൻടാക്സ് എററാണ് വന്നിരിക്കുന്നത്, ഇൻവാലിഡ് സിൻടാക്സ് ആണ്. ഈ സിൻടാക്സ് നമുക്ക് ഇൻവാലിഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്പെഷ്യൽ ക്യാരക്ടർ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ സ്പെഷ്യൽ ക്യാരക്ടർ തുടങ്ങുന്നതിന് പുറകിലായിട്ട് \/ ഇടുക. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആയിരിക്കും അവിടെ പ്രിന്റ് ആയിട്ട് വരുന്നത്. അത് സ്ലാഷ് ഉണ്ടാവത്തില്ല, സ്ലാഷ് ഇല്ലാതെ ആ ഒരു ക്യാരക്ടർ. അപ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് വേണ്ട. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഇവിടെ വന്നിട്ടുണ്ട്, ഇറ്റ്സ് മീയുടെ അവിടെ ഈ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ കോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടറുകൾ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ \/ യൂസ് ചെയ്യാം. ഇവിടെ ഇതിന് പകരമായിട്ട് ഇൻറ്റു കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അപ്പാരോ ബട്ടൺ കൊടുക്കണമെങ്കിൽ ഇതുപോലെ കൊടുക്കാം. സപ്പോർട്ട് ചെയ്യാത്ത സ്പെഷ്യൽ ക്യാരക്ടർ കൊടുക്കണമെങ്കിലാണ്. ഇതൊക്കെ ആക്ച്വലി സപ്പോർട്ടിംഗ് ആണ്. കാരണം ഒരു സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഡബിൾ കോട്ട് ഒരെണ്ണമായിട്ട് മാത്രം ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ക്യാരക്ടർ ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ ക്യാരക്ടർ മാത്രം നമുക്ക് റീഡ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് മനസ്സിലായിട്ടൊന്നായിരുന്നു. നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.